ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂസ് ഫാർമ അക്കാഡമി. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എക്സാം ഏകദേശം വളരെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും അതിലെ എല്ലാ പോർഷൻസും അതായത് സിലബസ് അനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തു. അപ്പൊ ഇനി ജസ്റ്റ് എന്ന് പറഞ്ഞാൽ റിവൈസിങ് സ്റ്റെപ്പാണ്. ജസ്റ്റ് ആ പോയിന്റ്സിനെ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് റീകളക്ട് ചെയ്യുന്നുള്ള ഒരു ടാസ്കും കൂടിയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളൂ. സോ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്ട്സും ഇതുപോലെ റിവൈസ് ചെയ്യണം എന്നുണ്ടായിരുന്നു നമുക്ക്. പക്ഷെ കൂടുതൽ കുട്ടികളെ റിക്വസ്റ്റ് ചെയ്ത അനുസരിച്ചിട്ട് ഫാർമക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ റിക്വസ്റ്റ് ചെയ്തത്. അപ്പൊ അത് കാരണം നമ്മളിപ്പം ഫാർമക്കോളജി മാത്രമാണ് ഫാസ്റ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 500 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്കറിയാം എല്ലാ ചാപ്റ്റേഴ്സും ഓരോരോ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഏതാണ്, അങ്ങനത്തെ ഒരു 100 ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്, അതുപോലെ അങ്ങനെ 100 ഇമ്പോർട്ടന്റ് മെക്കാനിസംസ് ഓഫ് ആക്ഷൻസ് ഓഫ് ഡ്രഗ്. ഓരോ ഡ്രഗിനും ഓരോരോ മെക്കാനിസം ഓഫ് ആക്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 100 മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ 100 ഇമ്പോർട്ടന്റ് ഇൻഡിക്കേഷൻസ് ഓഫ് ദ ഡ്രഗ്സ്, അതുപോലെ ഇമ്പോർട്ടന്റ് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് ഡ്രഗ്. ഏത് കണ്ടീഷൻസിൽ നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 100 ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫാർമക്കോ കൈനറ്റിക്സ് ഓഫ് ഡ്രഗ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഒന്നുകൂടി പറയാണ്, ക്ലാസിഫിക്കേഷൻ എല്ലാ സിലബസിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിനെയും ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ 100 ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 100 ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആണ് ഫസ്റ്റ് സെഷൻ. ഓക്കെ, നമുക്കറിയാം കുറെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ലൈക്ക് NSAIDs, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്, അതുപോലെ നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്, എൻഡോക്രൈൻ റിലേറ്റഡ് ഡ്രഗ്സ് ഉണ്ട്, അതുപോലെ കീമോതെറാപ്പി ലൈക്ക് ആന്റിബയോട്ടിക്സ് ഉണ്ട്, ആന്റി ഫംഗൽ ഏജൻസ് ഉണ്ട്, ആന്റി വൈറൽ ഉണ്ട്, ആന്റി ട്യൂബർകുലർ ഡ്രഗ്സ്, ആന്റി ലെപ്രസി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ഉണ്ട്. അതുപോലെ കുറെ ഡ്രഗ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ അനസ്തെറ്റിക്സ്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ഡ്രഗ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഫസ്റ്റ് വൺ എന്താണ്, നമുക്കറിയാം അരിത്തിമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അതായത് ഹാർട്ടിന്റെ ബീറ്റിൽ ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ റിതംസിനെയാണ് നമ്മൾ അരിത്തിമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഹൃദയത്തിന്റെ ഒരു ഇറഗുലർ ഹാർട്ട് ബീറ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് ആന്റി അരിത്തമിക് ഡ്രഗ്സ് എന്ന് പറയുക. സോ നമ്മൾ ഈ ഒരു കാർഡിയാക് സെല്ലില് കുറെ ഫേസസ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഫേസ് 0 റാപ്പിഡ് ഡീപോളറൈസേഷൻ, പാർഷ്യൽ റീപോളറൈസേഷൻ, ഫേസ് 1, പിന്നെ ഫേസ് 2, ഫേസ് 3, ഫേസ് 4, അങ്ങനെ കുറെ ഫേസസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ഫേസിലും ആക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഡ്രഗ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ആന്റി അരിത്തമിക് ഡ്രഗ്സിൽ ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2, ക്ലാസ് 3, അതുപോലെ ക്ലാസ് 4 മിസ്ലേനിയസ് ഡ്രഗ്സ്, അങ്ങനെ കുറെ ഡ്രഗ്സ് ഉണ്ട്. അതിൽ ക്ലാസ് 1 ഡ്രഗ്സ് നമുക്കറിയാം എന്താണ്, സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് ക്ലാസ് 1 വരുന്നത്. പിന്നെ ക്ലാസ് 2 വരുന്നത് എന്താണ്, ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് കൂടുതലും ക്ലാസ് 2 വരുന്നത്. പിന്നെ അതുപോലെ ക്ലാസ് 3 വരുന്നത് എന്താ, പൊട്ടാസ്യം ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ക്ലാസ് 3 വരുന്നത്. പിന്നെ ക്ലാസ് 4 വരുന്നത് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്. സോ ഇത് മൈൻഡിൽ ഉണ്ടായിരിക്കണം. ക്ലാസ് 1 വരുന്നത് എന്താ, സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്, ക്ലാസ് 2 വരുന്നത് ബീറ്റ ബ്ലോക്കേഴ്സ്, ക്ലാസ് 3 പൊട്ടാസ്യം ചാനൽ റിലേറ്റഡ് ഡ്രഗ്സ്, ക്ലാസ് 4 കാൽഷ്യം ചാനൽ ബ്ലോക്കർ. ഫസ്റ്റ് വൺ എന്താണ്, ക്വിനിഡിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സോഡിയം ചാനൽ ബ്ലോക്കർ. ആ ഡ്രഗ്സ് ആണ് ക്ലാസ് 1 വരുന്നത്. സോ ക്ലാസ് 1 ആന്റി അരിത്തമിക് ഡ്രഗ് ആണ് ക്വിനിഡിൻ. എന്താണ്, ഒരു ക്ലാസ് 1 ഡ്രഗ് ആണ്. ക്ലാസ് 1 ആന്റി. ഈ ക്ലാസ് 1, 1B, 1C, 1ൽ തന്നെ ഫർദർ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1A, 1B, 1C എന്നൊക്കെ പറഞ്ഞ് ഫർദർ ഡിവിഷൻ ഉണ്ട് അതിനകത്ത്. അതുപോലെ ക്ലാസ് 2 ഉണ്ട്, ക്ലാസ് 3 ഉണ്ട്, ക്ലാസ് 4 ഉണ്ട്. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് ആന്റി അരിത്തമിക് ഡ്രഗ്സിന് മാത്രമാണ്. അത് മൈൻഡിൽ ഓർമ്മയുണ്ടാവണം. സോ ക്ലാസ് 1 ആന്റി അരിത്തമിക് ഡ്രഗ് ആണ് എന്താ, ക്വിനിഡിൻ. അതുപോലെ ലിഡോക്കെയിൻ എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് 1B ആന്റി അരിത്തമിക് ഡ്രഗ് ആണ്. ക്ലാസ് 1ൽ തന്നെയുള്ള ഫർദർ കാറ്റഗറൈസേഷൻ ഉള്ള 1Bയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് ലിഡോക്കെയിൻ. നമുക്കറിയാം ഈ ലിഡോക്കെയിൻ ഒരു അനസ്തെറ്റിക് ഡ്രഗും കൂടിയാണ്.
അടുത്തത് പ്രൊപ്പാഫിനോൺ. പ്രൊപ്പാഫിനോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്ലാസ് 1C ആന്റി അരിത്തമിക് ഡ്രഗ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ക്ലാസ് 2 വരുന്നത് ഏത് ടൈപ്പ് ഡ്രഗ്സ് ആണ്? ക്ലാസ് 2 വരുന്നത് ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് ക്ലാസ് 2 വരുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് ക്ലാസ് 2 വരുന്നത്. അപ്പൊ നമുക്കറിയാം മിക്കവാറും ബീറ്റ ബ്ലോക്കേഴ്സ് എല്ലാം തന്നെ ഓൾ വഴി എൻഡിങ് ആയിട്ടുള്ള ഡ്രഗ്സ് ആയിരിക്കും. ഓൾ പ്രൊപ്രനലോൾ ആണ് ഇവിടെ വരുന്നത്. സോ പ്രൊപ്രനലോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാസ് 2 ആന്റി അരിത്തമിക് ഡ്രഗ് ആണ്. നമ്മളിപ്പോ ബീറ്റ ബ്ലോക്കേഴ്സ് ഹൈപ്പർ ടെൻഷൻ പഠിക്കുമ്പോഴും അതിനകത്ത് ഒരു ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് കൂടിയാണ് പ്രൊപ്രനലോൾ. ഓർക്ക് അതൊരു ബീറ്റ ബ്ലോക്കർ ഡ്രഗ് ആണ്. ബീറ്റ ബ്ലോക്കർ ഡ്രഗ് ആണ്. നെക്സ്റ്റ് വൺ അമിയോഡാരോൺ. അമിയോഡാരോൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് 3 ആന്റി അരിത്തമിക് ഡ്രഗ് ആണ്. പൊട്ടാസ്യം ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. പൊട്ടാഷ്യം ചാനൽ റിലേറ്റഡ് ഡ്രഗ് ആണ് ക്ലാസ് 3 വരുന്നത്. ഏതാണ്? അമിയോഡാരോൺ ആണ് ക്ലാസ് 3 ആന്റി അരിത്തമിക് ഡ്രഗ്. ഇനി ക്ലാസ് 4 നമ്മൾ പറഞ്ഞു എന്താണ്? കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ് ക്ലാസ് 4 വരുന്നത്. അപ്പൊ അതിനകത്ത് എന്താണ് വരുന്ന ഡ്രഗ് ആണ് വെരാപ്പമിൽ, അതുപോലെ അംലോഡിപ്പിൻ, അതുപോലെയുള്ള ഡ്രഗ്സ് ഒക്കെ എന്താണ് ഇതിനകത്ത് വരുന്നതാണ്? ക്ലാസ് 4 കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിനകത്ത് വരുന്ന ഡ്രഗ്സ് ആണ്. അതിനകത്ത് ഒരു എക്സാമ്പിൾ ഒരു പറഞ്ഞേക്കുന്നതാണ് വെരാപ്പമിൽ. ഇതൊരു ക്ലാസ് 4 ആന്റി അരിത്തമിക് ഡ്രഗ് ആണ്. പിന്നെ ഒരു ആന്റി അരിത്തമിക് ഡ്രഗ് ഫോർ PSVT. PSVT എന്താണ്? പാരാ ഓക്സിസ്മൽ സൂപ്രാ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് പറയുന്നതാണ് അഡിനോസിൻ. ആന്റി അരിത്തമിക് ഡ്രഗ് ഫോർ പാരാ ഓക്സിസ്മൽ supraventricular പാരാഓക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. നെക്സ്റ്റ് വൺ. അപ്പൊ ഇത്രയാണ് ആന്റി അരിത്തമിക് റിലേറ്റഡ്. അടുത്തൊരു സിംപതോ മിമറ്റിക് ഡ്രഗ് ഫോർ AV ബ്ലോക്ക്. AV ബ്ലോക്കിൽ AV ബ്ലോക്കിൽ യൂസ് ചെയ്യുന്ന ഒരു സിംപതോ മിമറ്റിക് ഡ്രഗ് ആണ്. നമുക്കറിയാം സിംപതോ മിമറ്റിക്സ് എന്ന് പറഞ്ഞാൽ സിംപത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് സിംപതോ മിമറ്റിക്. അതായത് കാറ്റക്കോളമൈൻസ്, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ അതുപോലുള്ള ഡ്രഗ്സിന്റെ റിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ലൈക്ക് മിമറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ആ സിംപത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ആക്ഷനെ മിമിക് ചെയ്യുന്ന, ഇമിറ്റേറ്റ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് സിംപതോ മിമറ്റിക് ഡ്രഗ് എന്ന് പറഞ്ഞത്. ഒരിക്കലും ആന്റഗോണിസ്റ്റ് ലൈക്ക് ഒപ്പോസിംഗ് ആക്ഷൻ അല്ല വരുന്നത്, സിമിലർ ടൈപ്പ് ഓഫ് ആക്ഷൻ വരുന്ന ഡ്രഗ്സ് ആണ്. അപ്പോൾ ഒരു AV ബ്ലോക്കിനെ യൂസ് ചെയ്യുന്ന ഒരു സിംപതോ മിമറ്റിക് ഡ്രഗ് ആണ് എന്ത്? ഐസോപ്രിനാലിൻ. ഐസോപ്രിനാലിൻ എന്ന് പറയുന്നത് ഒരു സിംപതോ മിമറ്റിക് ഡ്രഗ് ആണ് ഫോർ AV ബ്ലോക്ക്. അതുപോലെ ഒരു ആന്റി കോളിനർജിക് ഡ്രഗ് ഫോർ AV ബ്ലോക്ക്. നമുക്കറിയാം കോളിനർജിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അതായത് അസറ്റൈൽ കോളിൻ മേജർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. അപ്പോൾ ആന്റി കോളിനർജിക് എന്ന് പറയുകയാണെങ്കിൽ കോളിനർജിക് ആന്റഗോണിസ്റ്റ് ആണ്. അസറ്റൈൽ കോളിന്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആയിരിക്കും എപ്പോഴും ആന്റി കോളിനർജിക്. നമുക്കറിയാം അട്രോപ്പിൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആക്ഷൻ. ഇപ്പോ അസറ്റൈൽ കോളിൻ ആക്ഷൻ ലൈക്ക് കോൺട്രാക്ഷൻ കൂട്ടുന്ന ഒരു ഡ്രഗ് ആണെങ്കിൽ, കോൺട്രാക്ഷൻ കൂട്ടുന്ന ഒരു ഏജന്റ് ആണെങ്കിൽ അതിനെ കുറയ്ക്കുന്നതായിരിക്കും അട്രോപ്പിൻ. എപ്പോഴും ഈ അസറ്റൈൽ കോളിനും അട്രോപ്പിനും ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് കാണിക്കുന്നത്. അസറ്റൈൽ കോളിൻ വേഴ്സ് അട്രോപ്പിൻ. അതെന്തുകൊണ്ടാണ്? അട്രോപ്പിൻ ഒരു ആന്റികോളിനർജിക് ഡ്രഗ് ആണ്. നമ്മൾ AV ബ്ലോക്കിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ആന്റി അരിത്തമിക് ഡ്രഗ്സ് ആണ്. അതിൽ ക്ലാസ് 1 വരുന്നത് എന്താണ്? സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്. ക്ലാസ് 2 വരുന്നത് ബീറ്റ ബ്ലോക്കേഴ്സ്. ക്ലാസ് 3 വരുന്നത് പൊട്ടാസ്യം ചാനൽ റിലേറ്റഡ് ഡ്രഗ്സ്. ക്ലാസ് 4 കാൽഷ്യം ചാനൽ ബ്ലോക്കർ. അപ്പൊ നമ്മൾ ക്വിനിഡിൻ മേജർ ആയിട്ട് ഓർക്കുക. ക്വിനിഡിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ക്ലാസ് 1 ഡ്രഗിൽ വരുന്നതാണ് ക്വിനിഡിൻ. അതുപോലെ ലിഡോക്കെയിൻ ക്ലാസ് 1B, പ്രൊപ്പാഫിനോൺ ക്ലാസ് 1C. ഇനി ക്ലാസ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? അത് ബീറ്റ ബ്ലോക്കർ ആണ്. അപ്പൊ എന്താണ് വരുന്നത്? പ്രൊപ്രനലോൾ. ഓൾ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഓൾ വരുന്ന ഡ്രഗ്സുകളൊക്കെ കൂടുതലും ബീറ്റ ബ്ലോക്കേഴ്സ് ആയിരിക്കും. പിന്നെ അമിയോഡാരോൺ, അത് ക്ലാസ് 3 ആന്റി അരിത്തമിക്. ക്ലാസ് 4 എന്താണ്? കാൽഷ്യം ചാനൽ ബ്ലോക്കർ. അതായത് അംലോഡിപ്പിൻ, വെരാപ്പമിൽ അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെയാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കറിന്റെ ക്ലാസ് 4 ആന്റി അരിത്തമിക് ഡ്രഗ് ആണ്. പിന്നെ ആന്റി അരിത്തമിക് ഫോർ പാരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ പറഞ്ഞു. പിന്നെ സിംപതോ മിമറ്റിക് ഡ്രഗ് ഫോർ AV ബ്ലോക്ക് എന്താണ്? ഐസോപ്രിനാലിൻ. ആൻഡ് കോളിനർജിക് ആന്റി കോളിനർജിക് ഫോർ AV ബ്ലോക്ക് ആണ് എന്ത്? അട്രോപ്പിൻ. നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ വി ആർ ഡീലിംഗ് വിത്ത് ദി ഒപ്പിയോയിഡ് അനാൽജസിക്. നമുക്കറിയാം ഒപ്പിയോയിഡ് അനാൽജസിക് എന്ന് പറയുമ്പോൾ മോർഫിൻ, കൊഡീൻ, അതുപോലെ പെത്തിഡിൻ, പിന്നെ അതുപോലെ
ടിബെയിൻ, അങ്ങനെ കുറെ ഡ്രഗ്സ് ഉണ്ട് ഒപ്പിയോഡ് അനാൽജസിക്സിൽ. അപ്പൊ ഒപ്പിയോഡ് അനാൽജസിക്സ് എപ്പോഴും ആക്ട് ചെയ്യുന്ന, അപ്പൊ ഒപ്പിയോഡ് അനാൽജസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലും ഒരു പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ പെയിന് യൂസ് ചെയ്യുന്ന കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള ഡ്രഗ്സ് ആണ് ഒപ്പിയോഡ് അനാൽജസിക്സ്. അപ്പോൾ മോർഫിൻ എന്ന് പറഞ്ഞത് ഒരു ഒപ്പിയോഡ് അനാൽജസിക് ആണ്, അതുപോലെ കൊഡീൻ എന്ന് പറഞ്ഞതും ഒരു ഒപ്പിയോഡ് അനാൽജസിക് ആണ്. പിന്നെ ആ കാറ്റഗറി തന്നെ വരുന്ന വേറൊരു ഡ്രഗ് ആണ് ടിബെയിൻ. അപ്പോൾ ഇതെല്ലാം എന്താണ് ഒപ്പിയോയിഡ് അനാൽജസിക് ടൈപ്പ് ഓഫ് ഡ്രഗ് ആണ്. പിന്നെ ഓർക്കുക, ഇതെല്ലാം ഒരു ഫിനാൻത്രീൻ ന്യൂക്ലിയസ് വരുന്ന ഫിനാൻത്രീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ കൂടിയാണ് മോർഫിൻ ആൻഡ് കൊഡീൻ. മോർഫിനും കൊഡീനും ഒപ്പം എന്താണ് ഒപ്പിയോയിഡ് അനാൽജസിക്സ് ആണ് രണ്ടും. മോർഫിൻ ആൻഡ് കൊഡീൻ രണ്ടും എന്താണ് ഒപ്പിയോയിഡ് അനാൽജസിക് ആണ്. പിന്നെ ഇത് പറയുമ്പോൾ പിന്നെ ഓർക്കേണ്ട വേറൊരു പോയിന്റ്, ലൈക്ക് ഇതിന്റെ ആന്റഗോണിസ്റ്റ്, നമ്മളിത് യൂസ് ചെയ്യുന്ന അഗനിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റഗോണിസ്റ്റ്, അത് ചോദിച്ചിട്ടുണ്ട് കുറെ തവണ. നാലക്സോൺ, നാൽട്രക്സോൺ, ഇതെല്ലാമാണ് ഒപ്പിയോയിഡ് ആന്റഗോണിസ്റ്റ്. ഇതിന്റെ ആക്ഷനെ ആന്റഗോണൈസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് നാലക്സോൺ, നാൽട്രക്സോൺ എക്സെട്ര. പിന്നെ അടുത്തത് ആസ്പിരിൻ. ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ആസ്പിരിന് രണ്ട് യൂസ് വരുന്നുണ്ട്. ലൈക്ക് ഫസ്റ്റ് വൺ അതൊരു ആന്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷൻ, അതൊരു എന്താ ക്ലോട്ടിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, ക്ലോട്ടിങ് നടത്താതിരിക്കാൻ വേണ്ടി ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏജന്റ് ആണ് പ്ലേറ്റ്ലെറ്റ്. അപ്പൊ ആന്റി പ്ലേറ്റ്ലെറ്റ് ഏജന്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു NSAID, ഒരു നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ടും കൂടി എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ആസ്പിരിൻ. ആസ്പിരിൻ, പാരസെറ്റാമോൾ, ഇബുപ്രൂഫിൻ, ഡൈക്ലോഫിനാക്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം NSAIDs ആണ്. സോ NSAID കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ് ഏതൊക്കെ, ആസ്പിരിൻ, ഇബുപ്രൂഫിൻ, ഡൈക്ലോഫിനാക്, പാരസെറ്റാമോൾ. അപ്പം ഇതെല്ലാം നമ്മളിനി മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്താണ്, കോക്സ് ഇൻഹിബിറ്റേഴ്സ് ആണ്. സൈക്ലോ ഓക്സിജനേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ആണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്താൽ മതി, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ ആണ്. അപ്പൊ ഒരു പ്രോസ്റ്റാഗ്ലാൻഡിന്റെ റിലീസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് സൈക്ലോ ഓക്സിജനേസ് എന്ന് പറഞ്ഞ എൻസൈം. അതിൽ കോക്സ് 1 ഉണ്ട്, അതുപോലെ കോക്സ് 2 ഉണ്ട്, രണ്ട് എൻസൈംസ് വരുന്നുണ്ട്. സോ ഈ കോക്സ് 1നെയും കോക്സ് 2 എൻസൈംസിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്ന വഴിയാണ് ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കാണിക്കുന്നത്. സോ അതിനകത്ത് വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്, ആസ്പിരിൻ, ഇബുപ്രൂഫിൻ, ഡൈക്ലോഫിനാക് ആൻഡ് പാരസെറ്റമോൾ. നെക്സ്റ്റ് വൺ കമ്മിങ് ടു ദി ലൈക്ക് ഹൈപ്പോഗ്ലൈസെമിക് ഡ്രഗ്സ്, അതായത് ഡയബറ്റീസ് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്. ഹോർമോൺസിനകത്തും ആ ഒരു പോർഷൻ വരുന്നത്. ലൈക്ക് ഹോർമോൺസിനകത്താണ് നമുക്കറിയാം ഡയബറ്റീസ് മെൽറ്റസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, ബ്ലഡിൽ ഉള്ള ഗ്ലൂക്കോസിന്റെ ലെവൽ റൈസ് ആവുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഡയബറ്റീസ് മെലിറ്റസ്. അപ്പൊ അത് മെയിൻ ആയിട്ട് രണ്ട് രീതിയിലുണ്ട്, ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളതുണ്ട്, നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ് മെയിൻ ആയിട്ടും നമുക്കറിയാം ആന്റി ഡയബറ്റിക് ഡ്രഗ്സിന് കുറെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ലൈക്ക് DPP-4 ഇൻഹിബിറ്റേഴ്സ്, അതുപോലെ ബൈഗ്വാനേറ്റ്സ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ സൾഫോണൈൽ യൂറിയ കാറ്റഗറി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാറ്റഗറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബൈഗ്വാനേറ്റ്സ് ഓർക്കുക. മെറ്റ്ഫോമിൻ എന്താണ്, മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ബൈഗ്വാനേറ്റ് ഡ്രഗ് ആണ്. ഓക്കെ, ഇതിൽ ഇൻസുലിൻ സെക്രീഷനെ എൻഹാൻസ് ചെയ്യുന്നുള്ള ഇൻസുലിൻ റെസിസ്റ്റൻസിന് അഗനിസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്. രണ്ട് രീതിയിൽ മേജർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം മേജർ ആയിട്ടുള്ള രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫർദർ ഡിവിഷൻസ് ആണ് ഈ ബൈഗ്വാനേറ്റ്സ്, സൾഫോണൈൽ യൂറിയ, അതുപോലെ DPP-4 ഇൻഹിബിറ്റേഴ്സ് എക്സെട്ര. അപ്പോൾ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ബൈഗ്വാനേറ്റ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ഡയബറ്റീസിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ഡയബറ്റീസിന് മെയിൻ റോൾ ഉള്ളത്. അത് ആക്ച്വലി ഡ്രഗ് ആയിട്ടുള്ള പറയുന്നത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ്. ഇറ്റ് ഈസ് എ പോളിപെപ്റ്റൈഡ്. പിന്നെ അതിനകത്ത് 2 ചെയിൻ ഉണ്ട്, അതൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. എത്ര അമിനോ ആസിഡ്സ് വരുന്നുണ്ട് അത് ഓർത്തിരിക്കുക. പിന്നെ ഗ്ലിപ്റ്റിസൈഡ് ഇസ് ആക്ച്വലി സൾഫോണൈൽ യൂറിയ ഫോർ ഡയബറ്റീസ്, യൂസ്ഡ് ഇൻ ഡയബറ്റീസ് മെൽറ്റസ് കണ്ടീഷൻ. നെക്സ്റ്റ് വൺ thiazolidine dione derivatives ഫോർ ഡയബറ്റീസ് മെൽറ്റസ്. സോ നമ്മൾ ഡയബറ്റീസ് മെൽറ്റസിന്റെ മേജർ ക്ലാസിഫിക്കേഷൻ തന്നെ വരുന്ന കാറ്റഗറീസ് തന്നെയാണ്. thiazolidine ഡയോൺസിനകത്താണ് പയോഗ്ലിറ്റസോൺ വരുന്നത്, ഗ്ലിറ്റസോൺ. ഓക്കെ, അതുപോലെ DPP-4 ഡൈപെപ്റ്റിഡിൽ പെപ്റ്റൈസ് 4 ഇൻഹിബിറ്റർ ആണ്. DPP-4 ഇൻഹിബിറ്റർ അതിനകത്ത് വരുന്നതാണ് ഗ്ലിപ്റ്റിൻസ്, സിഡാഗ്ലിപ്റ്റിൻ, ബിൽഡാഗ്ലിപ്റ്റിൻ ഒക്കെ ഗ്ലിപ്റ്റിൻസ് വരുന്നതാണ് അതിനകത്ത്. അപ്പൊ ഗ്ലിപ്റ്റിൻസ് ചേർത്തുള്ള ഡ്രഗ്സ് വരുന്ന കാറ്റഗറിയാണ് DPP-4 ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, അവിടെ ഡയബറ്റീസ് മെൽറ്റസിലുള്ള ഇമ്പോർട്ടന്റ് ഡ്രഗ്സിന്റെ ഒരു ഇത് കഴിഞ്ഞു. ഫുൾ ക്ലാസിഫിക്കേഷൻ ഇനിയുണ്ട്, ടോൾബ്യൂട്ടമൈഡ് അങ്ങനെയുള്ള കുറെ ഡ്രഗ്സ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ
മേജർ ക്ലാസിഫിക്കേഷനിൽ നോക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ഹൈപ്പർ ടെൻഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കാൽഷ്യം ചാനൽ ബ്ലോക്കർ ഹൈപ്പർ ടെൻഷന് യൂസ് ചെയ്യുന്ന ആന്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയിലുള്ള ഡ്രഗ് ആണ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ. അതിനകത്ത് വരുന്നതാണ് അംലോഡിപ്പിനും വെരാപ്പമിലൊക്കെ. അപ്പൊ ഇവിടെ അംലോഡിപ്പിൻ പറഞ്ഞിട്ടുണ്ട്, അതൊരു കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. ഇനി ACE ഇൻഹിബിറ്റേഴ്സിനകത്ത് വരുന്നത് ഈ പ്രില്ല് ചേർത്തിട്ടുള്ള ഡ്രഗുകളൊക്കെ വരുന്നത് ACE ഇൻഹിബിറ്റർ ആണ്. അതൊരു എൻസൈം ആണ്. ആ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന വഴിയാണ് ആന്റി ഹൈപ്പർടെൻസീവ് ആക്ഷൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നത്. അപ്പോൾ ലിസിനോപ്രിൽ, റാമിപ്രിൽ, ക്യാപ്റ്റോപ്രിൽ അങ്ങനെ പ്രില്ല് ചേർത്തുള്ള ഡ്രഗ്സ് വരുന്നതാണ് ACE ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ ഓർക്കുക, ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്രില്ല് ചേർത്തുള്ള ഡ്രഗ്സ് ആയിരിക്കും കൂടുതലും വരിക. ഇനി അടുത്തത് ARB ഫോർ ഹൈപ്പർ ടെൻഷൻ, അതായത് ആൽഡോസ്റ്റിറോൺ റിസപ്റ്റർ ബ്ലോക്കർ. നമുക്കറിയാം ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹൈപ്പർ ടെൻഷൻ എപ്പോഴും വാട്ടർ റിട്ടൻഷൻ അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കാരണം നമുക്കറിയാം വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നതും അല്ലെങ്കിൽ സെക്രീഷൻ നടക്കുന്നതൊക്കെ കിഡ്നിയിലുള്ള ഡിഫറെന്റ് പാർട്സ്, നെഫ്രോൺസിന്റെ ഡിഫറെന്റ് പാർട്സിലാണ്. സോ ബോഡിയിൽ ബ്ലഡ് പ്രഷർ കൂടുന്നതും ഇതും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. സോ ഈ ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സബ്സ്റ്റൻസ് ഈ ഒരു പാത്വേയിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന വഴി ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ആ കാറ്റഗറിയിൽ വരുന്നതാണ് സാർട്ടൻസ് വരുന്നത് ഈ ARB കാറ്റഗറിയിലാണ്. ആൽഡോസ്റ്റിറോൺ റിസപ്റ്റർ ബ്ലോക്കറിനകത്ത് വരുന്നതാണ് ഈ സാർട്ടൻസ്. ബൽസാട്ടൻ, ലോസാട്ടൻ അങ്ങനെ കുറെ സാർട്ടൻസ് വരുന്നുണ്ട്. അപ്പൊ സാർട്ടൻ വരുന്നതെല്ലാം ആൽഡോസ്റ്റിറോൺ റിസപ്റ്റർ ബ്ലോക്കറിനകത്താണ്. ലോസാട്ടൻ ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത നെക്സ്റ്റ് കാറ്റഗറി ആണ് എന്ത്? ഡയൂറിറ്റിക്സ്. അപ്പൊ നമുക്കറിയാം ഡയൂറിറ്റിക്സ് എന്താണ്? യൂറിൻ ഔട്ട്പുട്ട് കൂട്ടുന്ന ഡ്രഗ്സിനാണ് നമ്മൾ ഡയൂറിറ്റിക് ഏജൻസ് എന്ന് പറയാം. അപ്പൊ ലൂപ്പ് നമുക്കറിയാം, ഇത് കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രോസിമൈഡ് എന്താണ്? അതൊരു ലൂപ്പ് ഡയൂറിറ്റിക്. അപ്പൊ ഈ ഓരോ ഡയൂറിറ്റിക് പറയുമ്പോഴും അതിനൊരു അതിന്റെ മെക്കാനിസം വെച്ചിട്ട് ഇപ്പൊ പൊട്ടാസ്യം സോഡിയം ചാനൽ സിംപോർട്ട് അല്ലെങ്കിൽ ക്ലോറൈഡ് ചാനൽ ആന്റിപോർട്ട് അങ്ങനെ ഓരോരോ ടേംസ് ഉണ്ടാവും. ലൂപ്പ് ഡയൂറിറ്റിക്കിന് ഇന്നൊരു സിനോണിം പോലെ ഒരു പേരുണ്ടാവും. അപ്പൊ മെക്കാനിസം ഓഫ് ആക്ഷൻ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ആ പേര് വരുന്നത്. സോ അതും കൂടി നോക്കി പഠിച്ചു പോവുക. ഇവിടെ ലൂപ്പ് ഡയൂറിറ്റിക്കിൽ വരുന്നത് എന്താണ്? ഫിറോസിമൈഡ് ആണ് ലൂപ്പ് ഡയൂറിറ്റിക്. ഇനി ക്ലോതയസൈഡ് ഒക്കെ എന്താണ്? ഒരു തയസൈഡ് ഡയൂറിറ്റിക് ആണ്. ഇവിടെ ടേമിൽ തന്നെ തയസൈഡ് ഉണ്ടാവും. തയസൈഡ് ഡയൂറിറ്റിക് ആണ് ഹൈഡ്രോക്ലോതയസൈഡ്. നെക്സ്റ്റ് വൺ സ്പൈറനോലാക്ടോൺ. അതെന്താണ്? ഒരു പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക് ആണ്. സ്പൈറനോലാക്ടോൺ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂറിറ്റിക്. ഓക്കെ, നെക്സ്റ്റ് വൺ കമ്മിങ് ടു ദി ഹൈപ്പർലിപ്പിഡമിക് ഡ്രഗ്സ്. ഹൈപ്പർലിപ്പിഡിക് നമ്മുടെ ബോഡിയിലുള്ള ലിപ്പിഡ്സിന്റെ, അതായത് ഈ കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അങ്ങനെ കുറെ കാറ്റഗറി ഓഫ് ട്രൈഗ്ലിസറൈഡ്സും ലിപ്പിഡ്സും നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പൊ അതിനെ അളവിനെ മാനേജ് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ഹൈപ്പർലിപ്പിഡമിക് ഡ്രഗ്സ് എന്ന് പറയാം. സോ നമ്മൾ മെയിൻ ആയിട്ട് സ്റ്റാറ്റിൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡ്രഗിന്റെ എൻഡിങ് എപ്പോഴും സ്റ്റാറ്റിൻ ആയിരിക്കും. അതെല്ലാം എന്താണ്? നമ്മൾ ഹൈപ്പർലിപ്പിഡമിക് യൂസ് ചെയ്യുന്നതായിരിക്കും. സിംവാസ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ കുറെ ഡ്രഗ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കോമ്പിനേഷനിൽ വരുന്ന റോസുവാസ്റ്റാറ്റ്, സ്റ്റീവി അല്ലെങ്കിൽ ക്ലോപ്പിലെക്സി കുറെ ഡ്രഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ റോസുവാസ്റ്റാറ്റിൻ, അറ്റോർവ ഗോൾഡ് അങ്ങനെ കുറെ ഡ്രഗ്സ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ സ്റ്റാറ്റിൻ ചേർത്ത് വരുന്ന ഡ്രഗ്സ് ഒക്കെ എന്തിനു യൂസ് ചെയ്യുന്നതാണ്? ഹൈപ്പർ ലിപ്പിഡമിക് യൂസ് ചെയ്യുന്നതാണ്. അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, നമ്മൾ ഈ സ്റ്റാറ്റിൻ പഠിക്കുന്ന കൂടെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു അറ്റോർ, അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറ്റോർമാക്ക് CB അല്ലെങ്കിൽ അറ്റോർവ CB. ഇതിനകത്ത് എന്തായിരിക്കും? കോമ്പിനേഷൻ ആണ്. അറ്റോർവാസ്റ്റാറ്റിനും ക്ലോപ്പിഡോഗ്രിലും എപ്പോഴും ഒരുമിച്ചായിരിക്കും വരിക. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർക്കുക. അപ്പം സ്റ്റാറ്റിൻ പറഞ്ഞതിന്റെ പുറകെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ക്ലോപ്പിഡോഗ്രിൽ എന്തിനു യൂസ് ചെയ്യുന്നത്? ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ് ഏജന്റ് ആണ്. നമ്മൾ ഇതുപോലെ ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ് ഏജന്റ് മുന്നേ പറഞ്ഞു. ഏതാണ്? ആസ്പിരിൻ. അതും ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ് ഏജന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഒരു ആന്റി കൊയാഗുലന്റ് വാർഫാരിൻ ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. ക്ലോട്ടിങ് നടക്കാതിരിക്കാൻ, കൊയാഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് കൊയാഗുലേഷൻ എന്ന് പറയാം. അപ്പൊ നടക്കാത്ത രീതിയിലുള്ള ഇതിനാണ് ആന്റി കൊയാഗുലൻ എന്ന് പറയാം. അതുപോലെ ഹെപ്പാരിൻ
അതൊരു ഹൈ മോളിക്കുലർ വെയിറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഹെപ്പാരിൻ. അതൊരു ആന്റി കൊയാഗുലന്റ് ആണ്. ഇനി ഹെപ്പാരിൻ ഒരു ഹൈ മോളിക്കുലർ വെയിറ്റ് ആണ്. അതിന്റെ ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആണ് നമ്മൾ എന്തെന്ന് പറയാ, എനോക്സാപാരിൻ എന്ന് പറയാം. ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആണ് എന്ത്, എനോക്സാപാരിൻ. നമ്മൾ പറഞ്ഞു ഓള് ചേർത്തിട്ടുള്ളതെല്ലാം എന്താണ്, ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. ഇവിടെ എന്താണ് വേറെ പറയുന്നത്, അറ്റനലോൾ, അതെന്താണ് ബീറ്റ ബ്ലോക്കർ ഫോർ ഹൈപ്പർ ടെൻഷൻ. മെറ്റോപ്രൊലോൾ, അപ്പൊ നമ്മൾ ഓൾറെഡി പ്രൊപ്രനോൾ പറഞ്ഞു. പ്രൊപ്രനോൾ കൂടാണ്ട് അറ്റനലോൾ വരുന്നുണ്ട്, മെറ്റോപ്രലോൾ വരുന്നത്. ഇത് രണ്ടും എന്താണ്, ഹൈപ്പർ ടെൻഷൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ കാർവിഡിലോൾ. അതൊരു ബീറ്റ ബ്ലോക്കർ ആണ്. നമ്മൾ ഹാർട്ട് ഫെയിലിയറിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് കാർവിഡിലോൾ. നെക്സ്റ്റ് വൺ ആന്റിബയോട്ടിക്സ് ആണ്. നമുക്കറിയാം കീമോതെറാപ്പി, നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈക്രോബിയൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ കീമോതെറാപ്പിയിൽ മെയിൻ ആയിട്ട് വരുന്ന ഡ്രഗ്സ് അതൊക്കെയാണ്. അപ്പൊ അതിനകത്ത് തന്നെ കുറെ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ഉണ്ട്. ലൈക്ക് പെൻസിലിൻ വരുന്നുണ്ട്. പിന്നെ പെൻസിലിൻ തന്നെ വരുന്നില്ല, ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സിനകത്ത് 2 കാറ്റഗറി വരുന്നുണ്ട്, പെൻസിലിനും സെഫാലോസ്പോറിനും. പെൻസിലിനകത്ത് കുറെ ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്. പിന്നെ സെഫാലോസ്പോറിന് തന്നെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ കുറെ ഡെറിവേറ്റീവ്സ് സെഫാലോസ്പോറിനകത്ത് വരുന്നുണ്ട്. അത് കൂടാണ്ട് പിന്നെ മാക്രോലൈഡ് ആന്റിബയോട്ടിക്സ് വരുന്നുണ്ട്, ക്വിനോളോൺസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ടെട്രാസൈക്ലിൻസ് വരുന്നുണ്ട്, സ്ട്രെപ്റ്റോമൈസിൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഡ്രഗ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സിലബസിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ബീറ്റ ലാക്ടം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല, പെൻസിലിൻ മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ സെഫാലോസ്പോറിൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക. സിലബസിൽ ഇല്ലത്, പെൻസിലിൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ ഇപ്പൊ നമ്മൾ ഫ്ലൂറോ ക്യൂനലോൺ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്തില്ല. നമ്മൾക്ക് മെൻഷൻ ചെയ്തേക്കുന്നത് എന്താണ്, പെൻസിലിൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലൈക്ക് സ്ട്രെപ്റ്റോമൈസിൻ പറഞ്ഞിട്ടുണ്ട്, ടെട്രാസൈക്ലിൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സൾഫോണമൈഡ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോരോ കുഞ്ഞു പോർഷൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഓർത്തിരിക്കുക, ഇൻ കേസ് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. അമോക്സിസിലിൻ എന്ന് പറഞ്ഞത് എന്താണ്, പെൻസിലിന്റെ ഒരു സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. സോ അമോക്സിസിലിൻ ഇസ് എ പെൻസിലിൻ ആന്റിബയോട്ടിക്. പിന്നെ സിപ്രോഫ്ലോക്സാസിൻ ഇറ്റ് ഇസ് എ ഫ്ലൂറോ ക്വിനലോൺ ആന്റിബയോട്ടിക്. പിന്നെ മാർക്ക് ചെയ്യുന്ന മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അമോക്സിസിലിൻ എന്ന് പറഞ്ഞത് ഒരു പെൻസിലിന്റെ സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ് ആണ്. പെൻസിലിൽ തന്നെ നമുക്കറിയാം സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ് വരുന്നുണ്ട്. അതിൽ അമോക്സിസിലിൻ, ആംപിസിലിൻ, അതുപോലെ കുറെ ടൈപ്പ് ഓഫ് ലൈക്ക് ഡെറിവേറ്റീവ്സ് പിന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ അമോക്സിസിലിൻ ഓർക്കുക, പിന്നെ കാർബെൻസിലിൻ, ടിക്കാർസിലിൻ ഡ്രഗ്സ് ഒക്കെ ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് ഓർത്തിരിക്കുക. പെൻസിലിന്റെ ക്ലാസിഫിക്കേഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അമോക്സിലിൻ എന്ന് പറഞ്ഞത് പെൻസിലിൻ ആന്റിബയോട്ടിക് ആണ്. പിന്നെ വരുന്നത് ഡോക്സിസൈക്ലിൻ, ഇറ്റ് ഇസ് എ ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക്. ടെട്രാസൈക്ലിന്റെ ഡെറിവേറ്റീവ് ആണ് ഡോക്സിസൈക്ലിൻ. അപ്പോ ഇത് ഇത്രയും ഇതിനകത്ത് ഓർത്തിരിക്കുക. ബാക്കി ഇമ്പോർട്ടന്റ് അല്ലാന്നല്ല, പക്ഷെ നമുക്ക് സിലബസിൽ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഇത്രയാണ്. പിന്നെ സിപ്രോഫ്ലോക്സാസിൻ ഇസ് എ ഫ്ലൂറോക്വിനോളോൺ ആന്റിബയോട്ടിക്, അസിത്രോമൈസിൻ ഇസ് എ മാക്രോലൈഡ് ആന്റിബയോട്ടിക്, മെട്രോണിഡസോൾ ഇസ് എ നൈട്രോ ഇമിഡസോൾ ആന്റിബയോട്ടിക്. അതുപോലെ സെഫാലോസ്പോറിൻ കാറ്റഗറിയിൽ വരുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് സെഫ്ട്രിയാക്സോൺ. നെക്സ്റ്റ് വൺ ഓക്കെ, അമിനോഗ്ലൈക്കോസൈഡ് ഗ്ലൈക്കോപെപ്റ്റൈഡ്, വാങ്കോമൈസിൻ എന്ന് പറഞ്ഞൊരു ഗ്ലൈക്കോപെപ്റ്റൈഡ് ആന്റിബയോട്ടിക് ആണ്. പിന്നെ ജെൻഡാമൈസിൻ ഇസ് എൻ അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്, ക്ലിൻഡാമൈസിൻ ലിങ്കോസമൈഡ് ആന്റിബയോട്ടിക്. ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ നമുക്കറിയാം കൊണസോൾ റിലേറ്റഡ് ഡ്രഗ്സുകളെല്ലാം തന്നെ എന്താണ്, ആന്റി ഫംഗൽ ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ് ആണ്. ഈ ലൈക്ക് ഫ്ലൂകൊണസോൾ, കീറ്റോകൊണസോൾ, അതിന്റെയൊക്കെ എൻഡിങ് ഒരു ആസോൾ ടൈപ്പ് വരുന്നതെല്ലാം നമുക്കറിയാം. ഈ കാറ്റഗറി എപ്പോഴും എന്തായിരിക്കും, ആന്റി ഫംഗൽ കാറ്റഗറിയാണ്. സോ ഫ്ലൂകൊണസോൾ, കീറ്റോകൊണസോൾ, ഇട്രാകൊണസോൾ, സോ അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഉണ്ട്. പിന്നെ ആംഫോടെറിസിൻ ബി, അത് ഒരു ആന്റി ഫംഗൽ ഡ്രഗ് ആണ്. അതിലില്ലാത്തതുകൊണ്ട്, ഈ ആസോൾ ടേം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നുമായിരിക്കും. പക്ഷെ ആംഫോടെറിസിൻ ബി എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആന്റി ഫംഗൽ ഡ്രഗ് ആണ്. ഇനി അടുത്തത് ഇത്രയാണ് എന്ത്, ആന്റി ഫംഗൽ. ഇനിയും കുറെ ഉണ്ട് ക്ലാസിഫിക്കേഷൻ, ഞാൻ പറഞ്ഞു ഓൾറെഡി സ്റ്റാർട്ടിങ് തൊട്ട് പറയുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് നോക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നുള്ളൂ. അടുത്ത നെക്സ്റ്റ് വൺ ആന്റി വൈറൽ ഡ്രഗ്സ്. നമുക്കറിയാം റിട്രോ വൈറലും ഉണ്ട്, അതുപോലെ നോൺ റിട്രോ വൈറൽ ഡ്രഗ്സും ഉണ്ട്. അപ്പൊ ആന്റി വൈറൽ അതിനകത്ത് തന്നെ കുറെ ടൈപ്പ് ഓഫ് കാറ്റഗറീസ് വരുന്നുണ്ട്. നമുക്കറിയാം ഹെർപ്പിസിന് യൂസ് ചെയ്യുന്ന ഒരു ആന്റി വൈറൽ ഡ്രഗ് ആണ് അസൈക്ലോവിർ. അതുപോലെ ഇൻഫ്ലുവൻസ,
ഇൻഫ്ലുവൻസയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ആന്റി വൈറൽ ഡ്രഗ് ആണ് ഒസെൽറ്റാമിവിർ. അതുപോലെ HIV വൈറസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് എയ്ഡ്സ്. സോ അതിന്റെ ഒരു ആന്റി റിട്രോവൈറൽ ഡ്രഗ് ആണ് സിഡോവുഡിൻ ഡ്രഗ്. നെക്സ്റ്റ് വൺ അതുപോലെ തന്നെ സെയിം കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് എഫാവിറൻസ്, ലോപ്പിനാവർ. സോ സിഡോവുഡിൻ, എഫാവിറൻസ്, അതുപോലെ ലോപ്പിനാവർ, ഇത്രയും ഡ്രഗ്സ്. ഈ ഡ്രഗ്സ് നമുക്ക് ഡൗട്ട് വരും ചിലപ്പോൾ ഇതൊരു എൻഡിങ്ങിൽ വരുമ്പോൾ നമുക്കറിയാം അത് ഓൾറെഡി അത് ആന്റി വൈറൽ ഡ്രഗ് ആണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അസൈക്ലോവിർ എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ആന്റി വൈറൽ ഡ്രഗ്, അസൈക്ലോവിർ ഹെർപ്പിസ് വൈറസിന് ഇൻഫ്ലുവൻസയ്ക്ക് യൂസ് ചെയ്യുന്ന ആന്റി വൈറൽ ഡ്രഗ് ആണ് ഒസെൽറ്റാമിവിർ. പിന്നെ HIV വൈറസിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ളതാണ് സിഡോവുഡിൻ, എഫാവിറൻസ് ആൻഡ് ലോപ്പിനാവർ. നെക്സ്റ്റ് വൺ ട്യൂബർകുലർ ഡ്രഗ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്കറിയാം, ഇമ്പോർട്ടന്റ് ആയിട്ട് കോമൺ ആയിട്ടും നമ്മൾ ഈ ട്യൂബർക്ലോസിസ് TBക്ക് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് റിഫാംബിസിൻ, ഐസോനിയാസിഡ്, പൈറാസിനമൈഡ് ആൻഡ് എത്താംബ്യൂട്ടോൾ. ഇത്രയും നമുക്കറിയാം. നമ്മൾ കോമൺ ആയിട്ട് ട്യൂബർക്ലോസിസ് ഡിസീസിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് റിഫാംബിസിൻ, ഐസോനിയാസിഡ്, പൈറാസിനമൈഡ് ആൻഡ് എത്താംബ്യൂട്ടോൾ. റിഫാംബിസിൻ, ഐസോനിയാസിഡ്, പൈറാസിനമൈഡ് ആൻഡ് എത്താംബ്യൂട്ടോൾ. നെക്സ്റ്റ് വൺ, കമ്മിങ് ടു ദി നെക്സ്റ്റ് കാറ്റഗറി, ഒരു ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ് ആൻഡ് ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് മെത്തോട്രക്സൈറ്റ്. എന്താണ്? ഒരു ആന്റി ക്യാൻസർ ഡ്രഗും ആണ്. അത് കൂടാണ്ട് തന്നെ ഇമ്മ്യൂണോ സപ്രസന്റ് ഡ്രഗ് ആണ്. അതായത് ലൈക്ക് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിലൊക്കെ നമ്മളൊരു ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട് നമ്മൾ ഡ്രഗ്സ് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് മെത്തോട്രക്സൈറ്റ്. അതുപോലെ തന്നെ ഒരു ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗും ആണ്. അതുപോലെ ഇമ്മ്യൂണോ സപ്രസന്റും ഉള്ള വേറൊരു ഡ്രഗ് ആണ് സൈക്ലോഫോസ്ഫമൈഡ്. ഓക്കെ, പിന്നെ ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ് നമുക്കറിയാം ഒരു വലിയൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ലൈക് പ്ലാറ്റിനം കോർഡിനേഷൻ കോംപ്ലക്സസ് വരുന്നുണ്ട്. അതുപോലെ കുറെ ഡ്രഗ്സ് ടാക്സിൻസ് വരുന്നുണ്ട്. കുറെ ടൈപ്പ് ഓഫ് ഡ്രഗ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു വലിയ കാറ്റഗറി അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. സിസ്പ്ലാറ്റിൻ എന്ന് പറഞ്ഞ ഒരു ആന്റി നിയോപ്ലാസ്റ്റിക്, ഏത് പർട്ടിക്കുലർ ഇത് നമുക്കറിയാം ഒരു പ്ലാറ്റിനം കോർഡിനേഷൻ കോംപ്ലക്സ് ആണ് സിസ്പ്ലാറ്റിൻ. പിന്നെ ഡോക്സോറുബിസിൻ വരുന്നുണ്ട്, പെക്ലിറ്റാക്സൽ വരുന്നുണ്ട്, ടാമോക്സിഫൻ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് വൺ, ഒരു സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റഡ് ഡ്രഗ് ഫോർ ഓസ്റ്റിയോപോറോസിസ്. നമുക്കറിയാം SERM എന്ന് പറയുമ്പോൾ സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റർ ആണ്. സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റർ ആണ് SERM. അപ്പൊ ഓസ്റ്റിയോപോറോസിസിന് യൂസ് ചെയ്യുന്ന ഒരു SERM എന്താണ്? റെലോക്സിഫൻ. അതൊരു ഇമ്പോർട്ടന്റ് ആണ്. റെലോക്സിഫൻ എന്ന് പറഞ്ഞൊരു ഡ്രഗ് ആണ്. സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റർ ആണ്. സോ അതോർക്കുക. നെക്സ്റ്റ് വൺ, ബിസ്ഫോസ്ഫോണേറ്റ് ഫോർ ഓസ്റ്റിയോപോറോസിസ്, അലൻഡ്രോണേറ്റ്. ദെൻ ഹോർമോൺ ഫോർ ഓസ്റ്റിയോപോറോസിസ്, കാൽഷ്യത്തിന്റെ പ്രോബ്ലം കൊണ്ട് നമുക്ക് ബോൺ ഫോർമേഷനും അതുപോലെ ബോൺ ഡെവലപ്മെന്റിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു എലമെന്റ് ആണ് കാൽസ്യം. സോ കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ എന്താണ്? ഓസ്റ്റിയോപോറോസിസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ പിന്നെ നമുക്കറിയാം തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. സോ തൈറോയിഡ് ഹോർമോൺ ഫോർ ലീവോ തൈറോക്സിൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെത്തിമസോൾ, കാർബിമസോൾ, ഇതെല്ലാം എന്താണ്? ആന്റി തൈറോയിഡ് ഡ്രഗ്സ് ആണ്. ഹൈപ്പോ തൈറോയിഡിസത്തിന് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ലീവോ തൈറോക്സിൻ. ഹൈപ്പോ തൈറോയിഡിസം. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസത്തിന് യൂസ് ചെയ്യുന്ന രണ്ട് ഡ്രഗ്സ് ആണ് എന്ത്? മെത്തിമസോൾ ആൻഡ് കാർബിമസോൾ. ഇത് രണ്ടും എന്താണ്? ഹൈപ്പർ ലീവോ തൈറോക്സിൻ, ഹൈപ്പോ. പിന്നെ അതുപോലെ തൈറോടോക്സിക്കോ, ബീറ്റ ബ്ലോക്കർ ഫോർ തൈറോടോക്സിക്കോസിസ് പ്രൊപ്രാനലോൾ. പിന്നെ സിമ്പതോമിമെറ്റിക് ഫോർ അനാഫിലാക്സിസ്, എപ്പിനെഫ്രിൻ നമ്മൾ പറഞ്ഞു. സിമ്പതോമിമെറ്റിക്സ് ഓൾറെഡി പറഞ്ഞു, ഈ ഒരു കാറ്റക്കോളമൈൻസിന്റെ അതിനെ. അപ്പോൾ ഈ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞത് ഓൾറെഡി ഇറ്റ് ഇസ് എ കാറ്റക്കോളമൈൻ. പിന്നെ വാസോപ്രസർ ഫോർ ഷോക്ക്, നോർ എപ്പിനെഫ്രിൻ, അതൊരു കാറ്റക്കോളമൈൻ ആണ്. പിന്നെ അതുപോലെ ഡോപ്പമിനും വാസോപ്രസർ ഫോർ ഷോക്ക്. പിന്നെ ഡോബ്യൂട്ടമിൻ, ഇനോട്രോപ്പ് ഫോർ ഹാർട്ട് ഫെയിലിയർ. നെക്സ്റ്റ് വൺ, ഫിനൈലെഫ്രിൻ is used as an alpha agonist. ആയിട്ടുള്ള ഡ്രഗ് ആണ്.
ഓക്കെ, ഫിനൈൽ എഫ്രിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആൽഫ അഗോണിസ്റ്റ് ആണ്. ആൽഫ അഗോണിസ്റ്റ് ഡ്രഗ് ആണ് ഫിനൈൽ എഫ്രിൻ. പിന്നെ ക്ലോണിഡിൻ. ക്ലോണിഡിൻ ഇസ് ആൻ ആൽഫ 2 അഗോണിസ്റ്റ്. ആൽഫ 2 റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ക്ലോണിഡിൻ. ക്ലോണിഡിനും മീത്തൈൽ ഡോപ്പയും ഇത് രണ്ടും എന്താണ്, ഒരു ആൽഫ 2, രണ്ടും ആൽഫ 2 അഗോണിസ്റ്റ് ആണ്. ഇത് രണ്ടും ആൽഫ 2 അഗോണിസ്റ്റ് ആണ്. നെക്സ്റ്റ് വൺ ഹൈഡ്രോലസിൻ ആസ് എ വാസോ ഡൈലേറ്റർ. വാസോ ഡൈലേറ്റർ ഡ്രഗ് ആണ് എന്ത്, ഫോർ ഹൈപ്പർ ടെൻഷൻ. വാസോ ഡൈലേറ്റർ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഡ്രഗ് ആണ് ഹൈഡ്രോലസിൻ. പിന്നെ നൈട്രോഗ്ലിസറിൻ നമുക്കറിയാം സബ്ലിംഗ്വലി കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ് നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ്. സോ ആൻജൈന പെക്ടോറിസ്, ചെസ്റ്റ് പെയിന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് നൈട്രോഗ്ലിസറൈൻ. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ്. ഈ നൈട്രേറ്റ് ടൈപ്പ് ഡ്രഗ്സ് എല്ലാം നമ്മൾ ആൻജൈനയ്ക്ക് കൊടുക്കുന്ന ഡ്രഗ്സ് ആണ്. പിന്നെ നെക്സ്റ്റ് വൺ സിൽഡനാഫിൽ, ഫോസ്ഫോഡയസ്റ്ററൈസ് 5 ഇൻഹിബിറ്റർ ഫോർ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ. PD5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോസ്ഫോഡയസ്റ്ററൈസ് എൻസൈം ആണ്. ഫോസ്ഫോഡയസ്റ്ററൈസ് 5 ഇൻഹിബിറ്റേഴ്സ് ആണ് എന്ത്, സിൽഡനാഫിൽ, ടെഡലാഫിൽ, വാർഡനാഫിൽ എക്സെട്ര. അപ്പൊ ഈ സിൽഡനാഫിൽ, ടെഡലാഫിൽ, വാർഡനാഫിൽ അങ്ങനെ ഫിൽ റിലേറ്റഡ് ഡ്രഗ്സ് ഒക്കെ എന്താണ്, PDE5 ഫോസ്ഫോഡയസ്റ്ററൈസ് 5 ഇൻഹിബിറ്റേഴ്സ് ആണ്. സിൽഡനാഫിൽ, ടെഡലാഫിൽ, വാർഡനാഫിൽ. അടുത്തത് ഫിനാസ്റ്ററൈസ്, ഇമ്പോർട്ടന്റ് 5 ആൽഫ റിഡക്ടേസ് ഇൻഹിബിറ്റർ. 5 ആൽഫ റിഡക്ടേസ് ഇൻഹിബിറ്റർ ആണ് എന്ത്, ഫിനാസ്റ്ററൈഡ്. അതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിനാസ്റ്ററൈഡ് ഇസ് എ 5 ആൽഫ റിഡക്ടേസ് ഇൻഹിബിറ്റർ. അപ്പൊ ഫോസ്ഫോഡയസ്റ്ററൈസ് 5 ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഫിൽ, ടെഡലാഫിൽ, സിൽഡനാഫിൽ, അതുപോലെ വാർഡനാഫിൽ. ഫിനാസ്റ്ററൈഡ് എന്താണ്, 5 ആൽഫ റിഡക്ടേസ് ഇൻഹിബിറ്റർ ആണ്. Next one, tamsulosin is an alpha blocker for BPH. പിന്നെ ഡ്യൂറ്ററാസ്റ്റർ, ഫിനാസ്റ്ററൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു 5 ആൽഫ റിഡക്ടേസിനും, അതുപോലെ ഡ്യൂറ്ററാസ്റ്ററൈഡും. പിന്നെ ആൽബ്യൂട്ടറോൾ അതൊരു ബീറ്റ 2 അഗോണിസ്റ്റ്. നമ്മൾ ആൽഫ 2 അഗോണിസ്റ്റ് ഓൾറെഡി പറഞ്ഞു, അതായത് ക്ലോണിഡിൻ, മീത്തൈൽ ഡോപ്പ നമ്മൾ പറഞ്ഞു. പിന്നെ ബീറ്റ 2 അഗോണിസ്റ്റ് ആയിട്ട് ആസ്മയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ആൽബ്യൂട്ടറോൾ, സാൽമെറ്ററോൾ. സാൽമെറ്ററോള്, ആൽബ്യൂട്ടറോൾ ഇത് രണ്ടും എന്താണ്, ബീറ്റ 2 അഗോണിസ്റ്റ് ആണ്. beta 2 agonist. Next, ipratropium bromide is an anticholinergic for COPD. This congestive obstructive pulmonary disorder യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്. അതുപോലെ ടയോട്രോപ്പിയം ബ്രോമൈഡ്, അതും ഒരു ആന്റികോളിനർജിക് ഡ്രഗ് ആണ്. പിന്നെ ബ്യൂട്ടിസോണൈഡ്, ഫ്ലൂട്ടിക്കസോൺ, ഇതൊക്കെ എന്താണ്, ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ആണ്. ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്, ബ്യൂട്ടിസോണൈഡും അതുപോലെ ഫ്ലൂട്ടിക്കോസോണും ഇൻഹലേഷണൽ മെഡിസിൻ ആയിട്ടാണ് നമ്മൾ കൂടുതലും എന്ത് യൂസ് ചെയ്യുന്നത്, ആസ്മയുടെ കേസിൽ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയുടെ കേസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, ബ്യൂട്ടിസോണൈഡ് ആൻഡ് ഫ്ലൂട്ടിക്കോസോൺ. പിന്നെ മോണ്ടി ലൂക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂക്കോട്രൈൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. ചിലപ്പോൾ LT4 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാം. ലൂക്കോട്രൈൻ 4 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ് എന്ത്, മോണ്ടി ലൂക്കാസ്റ്റ്. പിന്നെ തിയോഫിലിൻ എന്ന് പറഞ്ഞ ഒരു മീത്തൈൽ സാന്തിൻ ഡെറിവേറ്റീവ് ആണ് തിയോഫിലിൻ. നെക്സ്റ്റ് വൺ നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡീസ് ആണ്. അതായത് ഒമാലിസുമാബ് എന്ന് പറഞ്ഞാൽ, ഒമാലിസുമാബ് ഇസ് എ മോണോക്ലോണൽ ആന്റിബോഡി ഫോർ ആസ്മ. അഡാലിമുമാബ് എന്ന് പറഞ്ഞാൽ എന്താ, മോണോക്ലോണൽ ആന്റിബോഡി ഫോർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് യൂസ് ചെയ്യുന്നൊരു മാബ് ആണ്. പിന്നെ ഇൻഫ്ലിക്സിമാബും അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും ഓട്ടോ ഇമ്മ്യൂൺ ഓട്ടോഇമ്യൂൺ ഡിസീസിന് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ട്യൂമർ നെക്രോസിസ്, TNF ഇൻഹിബിറ്റർ ഫോർ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ് എറ്റാനസെപ്റ്റ്. പിന്നെ മോണോക്ലോണൽ ആന്റിബോഡി ഫോർ ലിംഫോമ, ലിംഫോമയുടെ കേസിലുള്ള മോണോക്ലോണൽ ആന്റിബോഡിയാണ് റിറ്റുക്സിമാബ്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറിന് അഗേൻസ്റ്റ് ആയിട്ടുള്ളതാണ് ട്രസ്റ്റുസുമാബ്. അപ്പൊ നമ്മൾ ഒമാലിസുമാബ് എന്താണ്, ആസ്മയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡി. പിന്നെ അഡാലിമുമാബ് എന്ന് പറഞ്ഞിട്ടില്ല, അത് മോണോക്ലോണൽ ആന്റിബോഡി ഫോർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. പിന്നെ ഇൻഫ്ലിക്സിമാബും അഡാലിമുമാബ് പ്ലസ് ഇൻഫ്ലിക്സിമാബ് രണ്ടും എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള മോണോക്ലോണൽ ആന്റിബോഡിയാണ്. പിന്നെ ട്രസ്റ്റുസുമാബ് ബ്രസ്റ്റ് ക്യാൻസർ അഗേൻസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ റിറ്റുക്സിമാബ് മോണോക്ലോണൽ ആന്റിബോഡി ഫോർ ലിംഫോമ. നെക്സ്റ്റ് വൺ TNF ഇൻഹിബിറ്റർ ഫോർ റിമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ് എറ്റാനസെപ്റ്റ്. സോ ഇത്രയാണ് എന്താ, സോ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച്, എല്ലാം വളരെ ഡെപ്തിൽ നമ്മൾ കൊടുത്തിട്ടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോരോ കാറ്റഗറിയിൽ വരുമ്പോൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഡ്രഗ്സും അതിന്റെ ക്ലാസിഫിക്കേഷനും ആണ്. പിന്നെ ഓരോ കാറ്റഗറി വരുമ്പോൾ ഓർത്തിരിക്കേണ്ട ചില ടൈപ്പ് ഓഫ് പ്രിഫിക്സും സഫിക്സ് ഒക്കെ ഓർത്തിരിക്കുക. അത് വെച്ചിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ.